5-6 പേരോളം കാണത്തില്ല. അണ്ണാ പിന്നെ നീ വഴി കണ്ടയില്ലല്ലോ. ഒന്നില്ല. അത് കണ്ണാപ്പിയുടെ കുട്ടിയല്ലേ അത് ലോറാപ്പി. ഏത് എവിടെ ബാക്കി ഇരിക്കുന്നത്. ശരി തീർക്കാം. ഹലോ ഇത് തന്നെ. ഹലോ ലോറാപ്പി അല്ലേ? ലോറ ട്രോസ് ആണോ? ഒന്ന് ആരെങ്കിലും ഒന്ന് വണ്ടി കയറോ? ക്രോസ് ഒന്ന് വണ്ടി കയറ. ഒന്ന് വണ്ടി കയറ. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നെ വഴിയിലാക്കിയല്ലോ വന്നിട്ട്. ഷമീർ അല്ലേ? എന്റെ ആരെങ്കിലും തൂക്കടേ. ഒരാളും കൂടെ ഉണ്ടേ. നാട്ടുകാര് മൊത്തമുണ്ടല്ലോ ഇപ്പം. ആരെങ്കിലും ഇറങ്ങിയിട്ട് തൂക്കട. ഞാൻ ഇപ്പം എവിടെ വലിയ ഷഫീഖ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ് ബ്രോ. താങ്ക് യു സോ മച്ച് വിൻസലാഡ് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. താങ്ക് യു ബ്രോ. സത്യം പറയാലോ ഞാൻ പെട്ടു. അയ്യോ ഓ അപ്പൊ ലോറ ശരിക്കും പേരെന്തായിരുന്നു? ലോറ ക്രോഫ്റ്റ് ആണല്ലേ? അതെന്താ അങ്ങനെ ഒരു പേര്? പണ്ടിട്ട പേരാ. ലോറ ക്രോഫ്റ്റ് ഇറങ്ങി വാ. ഞാൻ കുറച്ച് ലോറ ക്രോഫ്റ്റിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ സിറ്റി കേൾക്കുന്നുണ്ട്. ലോറ ക്രോഫ്റ്റിനെ പറ്റി തോക്കൊക്കെ നോക്കോ? അല്ല, ലോറ ക്രോഫ്റ്റിനെ പറ്റി ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാപ്പിന്റെ അനിയനാണേ. അപ്പോ ഇങ്ങനെ പൊതുവെ ഒരു സംസാരമുണ്ട്, ലോറ ക്രാഫ്റ്റും കണ്ണാപ്പിയും തമ്മില് എന്തോ ഒരു ഇതാണെന്ന്. എന്തോ ഒരു ഇത് എന്താണെന്ന് അറിയത്തില്ല. അതൊന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കുട്ടീനെ വിളിച്ചത്. ഞങ്ങള് തമ്മില് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ആണോ? അല്ല കണ്ണാപ്പി ഇങ്ങനെ ഇതിന് മുന്നേ അതിങ്ങനെ പെമ്പിളോടൊന്നും ഇങ്ങനെ ചുറ്റി കറങ്ങാറില്ല. മാക്സിമം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മാക്സിമം. അത് കഴിഞ്ഞിട്ട് തള്ളക്ക് വിളിച്ച് അടിയായി പോവാറാണ് പതിവുള്ളത്. നല്ല ഫ്രണ്ട്സ് ആണല്ലേ? ഓക്കെ. എന്താണ് അവനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം. കംഫർട്ടബിൾ ആണോ? മിണ്ടാൻ ഭയങ്കര രസമാണ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചു കേട്ടോ. അല്ല, സാധാരണ അങ്ങനെ കംഫർട്ടബിൾ ആവാറേ ഇല്ല ആരുടെ. പ്രത്യേകിച്ച് പെമ്പിള്ളേരായിട്ട് ഒട്ടും കംഫർട്ട് ആവുന്ന ഒരു പയ്യനല്ല അത്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്നോ? അവൻ പെമ്പിള്ളേരടുത്ത് അവന് ഇടപഴകാൻ അറിയത്തില്ല. അവൻ പെമ്പിള്ളേരടുത്ത് ഇതാകുമ്പത്തേക്കും എല്ലാം പെട്ടെന്ന് അവൻ ദേഷ്യത്തിൽ സംസാരിക്കണം എന്നാണ് എല്ലാവരുടെയും വിചാരം അവൻ സംസാരിക്കുമ്പോ. ലോറോഗ്രാഫിന് എത്ര വയസ്സുണ്ട്? 22. ഓ, 22. കണ്ണൻ എത്ര വയസ്സുണ്ടാ? കണ്ണാപ്പിക്ക് നല്ല പ്രായം ഉണ്ടാവും. കണ്ണാപ്പി പ്രായം കുറവല്ല. എന്താ വയസ്സുള്ളൂ എന്നാണല്ലോ. ആണോ? എന്റെ അഭിപ്രായത്തിൽ 19 ആണ്. പ്രായം കുറവാന്ന് തോന്നുന്നു. 19 കുറവാന്ന് തോന്നുന്നു. കുറവാണ് പയ്യന്. എന്തൊക്കെയല്ലേ ചന്ദ്ര പറയുന്നേ? അതെ, ഈ ശരീരത്തെ പയ്യാരാ ബാക്കി നിൽക്കണേ? വഴി എല്ലാം കാണുന്ന എല്ലാരും അനിയനായിട്ട് കിടക്കും. ഡാഡിയോ? കുട്ടി ഫാമിലിയിലുണ്ടോ? അല്ല, അങ്ങനെ കുടുംബം. ഞാനൊരു സിറ്റിസൺ ഫാമിലിയിലുണ്ട്. കുട്ടി എത്ര നാളായിട്ട് സിറ്റിയിലുണ്ട്? 5 മാസം. ശരി. എന്തായാലും അവനെ വേദനിപ്പിക്കില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അവന് പിഞ്ച് ഹൃദയമാണ് അവനെ. ഞാനൊരു കാര്യം പറയട്ടെ കുട്ടി, ശരിക്കും അവന് കുട്ടിയുടെ അടുത്ത് എന്തോ
എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. എന്റെ മാമനൊക്കെ വന്ന വീട്ടിൽ കുറച്ച് സീനായപ്പോ അവൻ തന്നെ പറഞ്ഞു അങ്ങനെ ഒന്നും കുട്ടി ഇല്ല, നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ചുവര് മൊത്തം ലോറ ലാറ ഇതൊക്കെ വരച്ചിങ്ങനെ വെക്കുക, പേരൊക്കെ എഴുതി വെച്ചേക്കും. അതെന്തിനാ കണ്ണൻ അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. ഗ്യാങ് ഹൗസിലെ ചന്ദ്ര വണ്ടിക്കൊക്കെ പേരിട്ട് ലോറാപ്പിന്ന്. ലോറാപ്പിയുടെ പേര്. ഗ്യാങ് ഹൗസിലൊക്കെ ഇങ്ങനെ മെഴുകുക വാരി. ബാത്റൂമിന്റെ സൈഡിലാടാ ലോറാന്നൊക്കെ എടുക്കുന്നത്. ബാത്റൂമിന്റെ സൈഡിലാടാ. അല്ല ബാത്റൂം സൈഡൊന്നല്ല, അല്ലാതെ തന്നെ ഒരു നിന്റെ ചുമരുമയൊക്കെ ലോറ ലവ് കണ്ണൻ എന്നൊക്കെയാണ് കാണുന്നത്. ഇല്ല അവൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഏതെങ്കിലും ഒരു പെണ്ണ് പ്രപ്പോസ് ചെയ്യുമ്പോ മാത്രമേ സെറ്റ് ആവത്തുള്ളൂ. ഞാനും പറഞ്ഞു എന്നെ ഏതെങ്കിലും ആണ് പ്രപ്പോസ് ചെയ്താലേ ഞാനും സെറ്റ് ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ എടാ ആർക്കെങ്കിലും ഏതെങ്കിലും പയ്യന് പ്രപ്പോസ് ചെയ്യാൻ കഴിവുള്ള ഒരു പയ്യനെ വിളിച്ചുണ്ടെങ്കിൽ കൊച്ചിനെ പ്രപ്പോസ് ചെയ്തെന്ന്. കൊച്ചിന് ആര് പ്രപ്പോസ് ചെയ്യാൻ സെറ്റ് ആവും? ഇഷ്ടപ്പെടണം. ആ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് കുട്ടിയുടെ ആ ഒരു ഇമാജിനറി ബോയ് ഫ്രണ്ടിന് വേണ്ടത്? നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് വൈബ് ആയിരിക്കണം. ഒന്ന് പിന്നെ നല്ല സംസാരമായിരിക്കണം, ഇടയ്ക്കിടയ്ക്കൊക്കെ വഴക്ക് വെക്കണം. ചേച്ചിന്റെ അതേമാതിരി രണ്ട് കണ്ണപ്പി എന്താ പറയാ ടെററായിരിക്കണം. അടുത്ത് പേടിക്കണം. അങ്ങനെയൊക്കെ അത്രയൊക്കെ ഉള്ളൂ. ബോംബ് വെക്കുന്നവനെ ഇങ്ങനെയൊക്കെയുള്ള ഒരാള് കുട്ടിയുടെ പറയത്തിന് നിപ്പോണ്ടല്ലോ. അപ്പം തമ്പിയേട്ടാ എന്നിട്ട് രണ്ടര പറഞ്ഞല്ലോ അത്രയും മതി. നല്ല സംസാരിക്കണം, എപ്പോഴും കൂടെ ഉണ്ടാവണം. അതൊക്കെ ഉള്ളൂ. ചേച്ചിനാരും കൂടുതലുള്ള കാര്യം പറയാൻ മറന്നു. ബുദ്ധി ചേച്ചിന്റെ മാർക്കുള്ള ഞാൻ കിട്ടിയാലോ. കുട്ടിനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്താലേ കുട്ടി വളയത്തുള്ളൂ അല്ലേ? കുറച്ചൊക്കെ നമ്മള് മിണ്ടിയൊക്കെ കമ്പനിയൊക്കെ ആയി ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ഓക്കെ ശരി കുട്ടി. എന്തായാലും ഇല്ലല്ല ഞാനിത് ഇങ്ങനെ അൺയൂഷ്വൽ ആയിട്ട് നമ്മളൊരു കാര്യം ഇങ്ങനെ ഫാമിലി നടക്കുമ്പോഴത്തേക്ക് നമുക്കത് അറിയണമല്ലോ എന്താ സംഭവം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കുട്ടിയെടുത്തൊന്ന് സംസാരിച്ചല്ലോ അതിനെപ്പറ്റി. ഇല്ല കണ്ണൊന്നും എന്റെ അടുത്ത് കണ്ണൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഫ്രണ്ട് വെച്ചിട്ട് തന്നെ മിനിമം ഒരു 4 പെമ്പിള്ളേരെങ്കിലും തള്ളക്കി വിളിച്ച് ഓടിച്ചിട്ടുണ്ടാവും. എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല, അവനും അറിയത്തില്ല. ഞാൻ അവനെ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാ കൊച്ചിനെ എന്തേലൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യും. അവന് പണ്ടൊരു കൊച്ചായിട്ട് അവിഹിത റിലേഷൻ ഉണ്ടായിരുന്നു. അല്ല അതിന്റെ കുട്ടി ഇങ്ങനെ ടെൻഷൻ ആണെന്തിനാ? സത്യം ഫ്രണ്ട്സ് അല്ലേ? റോസിനെ അറിയോന്ന് ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കിയാ മതി. റോസി അയ്യോ അങ്ങനെ വിളിക്കുന്ന പയ്യുണ്ട്. റോസ് റോസാണോ? റോസ് ചേച്ചിന്റെ അമ്മ. പക്ഷെ ഇവിടെ സിറ്റി ഇല്ല. ഇല്ലല്ലേ? പോടാ അവിടുന്ന്, സിറ്റി ഇല്ലാന്ന്. ചേച്ചിയുടെ അമ്മേന്ന് അല്ലല്ല അവൻ അങ്ങനെ അവര് മിൽഫ് ലവർ അല്ല. അപ്പൊ ഇത് അതായിരുന്നു അവന്റെ ഫസ്റ്റ് റിലേഷൻ. ആ റിലേഷൻ എങ്ങനെ പോയെന്ന് വെച്ചാൽ ഇവന്റെ അതേ വൈബായിരുന്നു. ഇവന്റെ അതേ ഹെയർ സ്റ്റൈലൊക്കെ ആയിരുന്നു ആ കുട്ടിയുടെ. അത് പിന്നെ എങ്ങനെയൊക്കെ തകർന്നു പോയി. അത് കഴിഞ്ഞിട്ടാണ് വേറെ 2-3 ഇവനിങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയണമെന്ന ഒരു സ്വഭാവം ഇവനുണ്ട്. അതായത് ഇപ്പൊ കിട്ടും എന്നിങ്ങനെ വിചാരിക്കും നമ്മള്, പക്ഷെ കിട്ടത്തില്ല. ആ ഒരു ഇത് അല്ല അവനങ്ങനെ കൊതിപ്പിച്ച് കടന്നുള്ള സ്വഭാവം ഉണ്ട് ഇങ്ങനെ. അതെ നമുക്കൊരാശ വന്നിട്ട് ആശ അത് തന്നെ ആശ. ഇവിടെ ഒരു ആശയുണ്ട്. ചേച്ചിക്ക് പേടിച്ചല്ല, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അനിയനെന്നല്ലേ പറഞ്ഞേ? അനിയനും ബുദ്ധിയില്ല, ചേച്ചിക്കും ബുദ്ധിയില്ല. എന്തായാലും ഓക്കെ, എനിക്കത് ഇപ്പൊ ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ എന്തായാലും പിന്നെ അത് നോക്കിയോളാം. ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാൻ കേറ്. അല്ലല്ല
ഇല്ല ഞങ്ങൾ പൊക്കോളാം പോയിട്ട് ആണോ? അല്ല. ചെറുതേര് വരെ വന്നല്ലേ. അല്ല അച്ഛന്റെ കല്ലറ ഇവിടെയാ. ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നേക്കാം. ഓ അച്ഛന്റെ പേരെന്താ വരുന്നത്? അച്ഛനൊക്കെ ഉണ്ടല്ലേ? ഡേവിഡ് കണ്ണാപ്പിയുടെ അച്ഛന്റെ പേരെന്താന്ന് അറിയാവോ? മുതുക്ക് അല്ലേ? മുതുക്കോടെ വിളിക്കുന്നല്ലേ? മുതുക്കല്ല, അവന് തന്തയില്ല. അതല്ലേ കൊഴപ്പമില്ല. അച്ഛൻ ഇല്ലാത്തൊരു കുറ്റമല്ലല്ലോ. അല്ലല്ല, അതാണ് അച്ഛൻ അറിയത്തില്ലായിരുന്നു, അതാണ് പ്രശ്നം. അവൻ ഒരു മഴയുള്ള പാച്ചിലാണ് കിട്ടിയത്. ചേട്ടന്റെ അച്ഛന്റെ അതും പേരെന്താ? എന്റെ കയ്യിലാണ് അവനെ കിട്ടിയത്. ഈ എന്റെ കൈ. അപ്പൊ അച്ഛന് തുല്യം. അച്ഛന് വേണ്ട കേറ്. അച്ഛന്റെ പ്രായാക്കും കേട്ടോ അച്ഛന് തുല്യ. അല്ല അല്ല, അച്ഛന് തുല്യല്ല, അച്ഛന് തുല്യല്ല, അച്ഛന് തുല്യല്ല. ഒരു സുഹൃത്ത്. അച്ഛനേക്കളായി കൊച്ചിപ്പ ഫ്രണ്ട് ആ എടാ പോയിട്ടാ തമ്പിട്ടാ പോയിട്ടാ അവിടെ നിന്ന് ഞാൻ അവിടെ എന്റെ തന്തയൊക്കെ കേട്ടോ അവന്റെ. സത്യത്തിൽ പിന്നെ ആ പൂറിന്റെ തന്തയവനെക്കാട്ട് നല്ല അയ്യോ സോറി ചാകുന്നേ. ഇടയ്ക്കൊരു ചോദിച്ചാ ചേട്ടൻ തന്തയുണ്ടോ? ആരാ ചോദിച്ചേ? ആരാ ചോദിച്ചേ? അവൻ അനിയൻ കൂടെ നിന്ന് അനിയൻ ചേട്ടന് തന്തയുണ്ടോ? തന്തയ്ക്കാണോ വിളിച്ചത്? അനിയനെ വിളി, അവൻ നൈസായിട്ട് വിളി. അനിയടാ അനിയ അനിയ മോനെ ഇങ്ങോട്ട് വാ. ഒരു കാര്യം ഇപ്പൊ വരാം. ഇപ്പൊ വിടാവേ ഇവിടെ ഒന്നും ഉണ്ടിക്കാ. കൊണ്ടുപോണേ. ഇല്ല ഇപ്പൊ കൊണ്ടുവിടാ. യവനൊരു കാര്യം പറഞ്ഞു കൊടുക്കാതെ. നമുക്കൊന്ന് സ്നേഹിക്കാനാ. എന്നോട് എന്തൊക്കെ വരാം. ഇല്ല 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 ഇല്ല. ഇപ്പൊ വിടാം. സ്നേഹിക്കാനാ. എല്ലാരും തല്ലി സ്നേഹിക്കട്ടെ. അയ്യോ, അവേ. നിനക്ക് എന്താണ് അറിയണ്ടേ? നിനക്ക് എന്താണ് നിനക്കെന്താ തിണ്ടി നിനക്ക് അറിയാണ്ട പറട്ട പട്ടി അവരാതി. നിനക്കെന്താ അറിയണ്ട എന്റെ തന്തയുടെ പേരാ എനക്ക്? എടാ നീ ഇന്നലെ സിറ്റി കാലത്ത് നിന്റെ കാലിനെ വെട്ടിയെടുത്ത് പട്ടിക്കിനോട് കേട്ടാ തെണ്ടി. മേലെ നീ ആരുടെ ഇനി മേലെ നീ ആരുടെ തന്ത? നിന്റെ സ്വന്തം തന്തയുടെ പേരിൽ നീ ചോദിച്ചു പോലെ ഇനി. സത്യം അയ്യോ. ആ എടാ പോടാ. ആ ഒന്നുമില്ല, അവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഇതാണേ കുട്ടി. ശരി ആ ഓക്കെ ഓക്കെ. അയ്യോ, എന്തൊരു സമാധാനം. ഇപ്പൊ അവനൊരു സമാധാനം കിട്ടി. ഇവിടെ സമാധാനമായിക്കോ. എനിക്ക് ചോദിക്കില്ല ആരടുത്തും, ലൈഫിൽ ആരടുത്തും ചോദിക്കില്ല അവന്റെ പേര്. ഒരു മനുഷ്യന്റെ പേര് ചോദിക്കില്ല അവൻ. നമ്മൾ മൂന്നുപേരെ ഉള്ളൂടാ സിറ്റിയിൽ. അപ്പം ഓ അപ്പൊ ഇപ്പൊ ഒരു വള്ളി വന്ന് നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ നിന്നടികൊള്ളതാ. ഞാൻ മാഞ്ഞു പോകും കേട്ടോ. പിന്നെ ഞാൻ ഓടിക്കും. അതാരാ വണ്ടിയുടെ അടിയില്? ഹലോ അവന്റെ നെഞ്ചത്താ വണ്ടി. ഹലോ ഹെച്ചപ്പാ. ഹലോ അയ്യോ വീണ്ടും തട്ടി. പിന്നെയും തട്ടി. ചത്തടാ അവൻ. ഇപ്പൊ മരിച്ചു. എടാ ഇപ്പൊ ചത്തടാ. ആ വെറു ഇതെങ്ങനെയാ ചെറിയൊരു തട്ടിന്റെ കാളിയാവണേ? ആ ചത്തു രായനാ